കഴിഞ്ഞ വർഷത്തെ USSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മുഴുവൻ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് തരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള CM Kids UP സർക്കുലറിലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് തന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം അല്ലേ? കാരണം ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ എക്സാം വരാനിരിക്കുന്നത്. സോ നമ്മളെ ഒഫീഷ്യൽ സർക്കുലറിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആരെങ്കിലും ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു മാസം പോലും എക്സാം ഇനി ഇല്ല അല്ലേ, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. OMR ഷീറ്റും നമ്മളെ സർക്കുലറിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കുലർ നോട്ടിഫിക്കേഷൻ PDF ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് തരാം. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ മോഡൽ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസർ ബബിൾ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം എത്ര സമയം നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതും എങ്ങനെ ബബിളിങ് ഫാസ്റ്റ് ആക്കാം എന്നുള്ളതും കറക്റ്റായിട്ട് സർക്കിളിൻ്റെ ഉള്ളിൽ ബബിൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അതല്ല എങ്കിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടും കാര്യമില്ല. ഒരു പക്ഷേ ബബിളിങ്ങിൽ ഒരുപക്ഷെ സമയം പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സർക്കുലറിലുള്ള മോഡൽ ചോദ്യങ്ങൾ കിട്ടുക, എവിടെ കിട്ടും എന്നുള്ളത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരാം. അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പേജുകളിലൊക്കെ USSന്റെ ഈ വർഷം CM Kids UP പരീക്ഷയുടെ ഘടന, എക്സാം സ്ട്രക്ചർ, ക്വസ്റ്റ്യൻ പാറ്റേൺസ്, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതിന്റെ അവസാന പേജുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള പേജുകൾ കാണാൻ പറ്റും. ഇപ്പൊ ഗണിതം, മാത്സിലുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിന്റെ ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാം ഫോട്ടോ കാണിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സിന് ഇതിന് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു OMR ഷീറ്റും അവൈലബിൾ ആണ്. സോ മെയിൻ എക്സാമിന് ഏത് രൂപത്തിലാണോ എക്സാം എഴുതുന്നത് അതേ മോഡൽ പാറ്റേൺസ് ആൾറെഡി ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പാറ്റേൺ മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. OMR ഷീറ്റിൽ ബബിൾ ചെയ്തുകൊണ്ട് എത്ര സമയം നിങ്ങൾ ബബിളിങ്ങിന് എടുക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. സോ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ആൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. USSന്റെ ലൈവ് ക്ലാസ്സുകളും 1 minute 1 mark ഷോർട്സുകളായിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട്. ഈ February 7-ാം തീയതി ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഒരു ഓഫ്ലൈൻ ആയിട്ട് എല്ലാ സെന്ററുകളിലും ഓൾമോസ്റ്റ് കേരളത്തിലെ വിവിധ സബ് ജില്ലകളിലായിട്ട് നമ്മൾ ഓഫ്ലൈൻ എക്സാം KSTയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ദിവസങ്ങൾ വളരെ പരിമിതമാണ്. സോ നമ്മൾ സ്ട്രോങ് ആക്കുക. നമ്മൾ പ്രിപ്പറേഷൻസ് എല്ലാം USS CM Kids UP നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യണം.